സി ജോസഫ് വിജയനും ഞാൻ കഴിഞ്ഞ വെറും 2 വർഷങ്ങൾ കൊണ്ട് മാത്രം TVK എന്ന് പറയുന്ന ഒരു പാർട്ടി മറ്റ് വളർന്നു പന്തലിച്ച പാർട്ടിയേക്കാൾ മുകളിൽ വന്ന് വിജയ് എന്ന ആ ഒരു വ്യക്തിത്വം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്ന് കയറുമ്പോൾ അതിൻ്റെ പുറകിൽ ഈ 2 വർഷത്തെ മാത്രം കാത്തിരിപ്പല്ല, വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പടയൊരുക്കമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം കരിയറിൻ്റെ പ്രൈം ടൈമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മറ്റൊരു കരിയറിൻ്റെലേക്ക് നടന്ന് കയറിയ വിജയെ നമുക്ക് മറക്കാൻ കഴിയില്ല. തമിഴ്നാട് ജനതയ്ക്ക് ഒട്ടും മറക്കാൻ കഴിയില്ല. രണ്ടാമത് 18 വയസ്സ് പൂർത്തിയായ 21 ലക്ഷം വോട്ടേഴ്സാണ് തമിഴ്നാട്ടിൽ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം വിജയ്ക്ക് കുത്തി എന്ന് നമ്മൾ പറയുമ്പോൾ 18 വർഷം മാത്രമല്ല വിജയ് കരിയർ തുടങ്ങിയിട്ട്. അതിന് എത്രയോ മുമ്പേ 18 വയസ്സ്, 31 വയസ്സ്, 41 വയസ്സ്, വിജയ്ക്ക് ഇപ്പോൾ 51 വയസ്സ്. ഈ വിജയുടെ പുറകിലുള്ളവരെല്ലാം, പുറകിലും മുമ്പിലുമായിട്ടുള്ളവരെല്ലാം വിജയ് ഉയരാണ്. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടത്, 2012 ശേഷമുള്ള വിജയ് സിനിമകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. വ്യക്തമായിട്ടും പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ടും എല്ലാവരുടെയും ഒരു രക്ഷാ കവചമായിട്ടും തന്നെയാണ് വിജയ് നിൽക്കുന്നത്. ഇതിന് മുന്നേ തന്നെ രക്ഷകൻ രക്ഷകൻ എന്നുള്ള വാക്കുണ്ടെങ്കിൽ പോലും ഇവിടെ സമൂഹത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് വിജയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോപ്പറേറ്റീവ് മുതലാളിമാർക്കെതിരെ, പിന്നെ ഹോസ്പിറ്റലിനെതിരെയുള്ള ചർച്ചകൾ, പിന്നീട് കർഷകർക്ക് വേണ്ടിയുള്ളത്, പിന്നെ സർക്കാർ എന്ന സിനിമയിൽ പക്ക പൊളിറ്റിക്സ്, ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് നടന്നു കയറാൻ വിജയ്ക്ക് എളുപ്പം. ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ വിജയുടെ ആ ഒരു സംസാര രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയുടെ പ്രസംഗം, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ്. സിനിമ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. കാരണം സിനിമാ പ്രേമികൾക്കേ അറിയാൻ പറ്റൂ. ആ ഒരു സിനിമ സ്വാധീനം ചെലുത്തുന്ന പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരവും വാക്കുകളും എല്ലാം. വിജയ് സംസാരിച്ചത് തനിക്കെതിരായിട്ട് നിൽക്കുന്ന ആ ഒരു പാർട്ടിക്കും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കുമെതിരെ മാത്രമാണ്. ബാക്കി എല്ലാവരെയും വിജയ് സൈലൻസ് കൊണ്ട് നേരിടുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കഥ പറച്ചിൽ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സിക്യൂഷനാണ് ഇന്ന് CM പദവിയിലേക്ക് ജോസഫ് വിജയെ കടത്തിവിട്ടു. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ പറയും, വിജയ് നിങ്ങൾക്ക് മികച്ചൊരു മുഖ്യമന്ത്രിയാകാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിച്ച കാര്യമാണ്.